Welcome all of you to the world of true real estate advisory. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇനി ഗുഡ് മോർണിംഗ് പറ്റാത്തവർക്ക് സുപ്രഭാതവും. കൊച്ചിൻ സിറ്റിയിൽ പ്രകൃതി രമണീയമായ പ്യോളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഭവനം, ഒരു വീട് നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ദാ കണ്ടോളൂ ഈ വീഡിയോ. എന്താ ടു സേ, പ്രകൃതി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഫുൾ മരങ്ങളും വൃക്ഷങ്ങളും, വീണ്ടും മരങ്ങളും വൃക്ഷങ്ങളും. കൊച്ചിൻ സിറ്റിയിൽ തന്നെ ഒരു രീതിയിലുള്ള വാട്ടർ ലോഗിങ് ഇഷ്യൂസും ഇല്ലാത്ത ഏരിയ. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നത് കെൻറ്റ് പാം വില്ലാസ്. ഈ പറഞ്ഞ കെൻറ്റ് പാം വില്ലാസ് സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 40 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 40 അടി ഹൈറ്റിലാണ് ഈ പറഞ്ഞ വീട് സ്ഥിതി ചെയ്യുന്നത്. സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് വാട്ടർ ലോഗിങ് ഇഷ്യൂസ്. അതുപോലെ തന്നെ ആ വലിയ ബിൽഡിങ്സ് കാണുന്നത് CMI ജനറലേറ്റ് ആണ്, രാജഗിരി അച്ഛന്മാരുടെ ജനറലേറ്റ്. യു ക്യാൻ സീ വെരി വൈഡ് ആൻഡ് റോഡ്സ് ഓൾസോ. അതുപോലെ തന്നെ ചുറ്റുപാട് എല്ലാം DD മിസ്റ്റി ഹിൽസ്, അതുപോലെ നിരവധിയായിട്ടുള്ള വലിയ പ്രൊജക്ട്സ് നിലനിൽക്കുന്ന ഏരിയ. ഇനി എന്ന ആകാശത്തുനിന്ന് തിരിച്ച് താഴത്തേക്ക് എത്തിയാൽ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ്. കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഡ്രൈവും കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ പറ്റുന്ന ഏരിയയിൽ 5.1 സെൻറ്റ് 5.1 സെൻറ്റ്സ് ഓഫ് ഒറിജിനൽ വെരി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റ്, നിയർ ടു അറൗണ്ട് 2800 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസ്. 2 വലിയ വണ്ടികൾ സൈഡ് ബൈ സൈഡ് പാർക്കിങ്ങുകളോട് കൂടി. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുപാട് മുഴുവൻ മരങ്ങളും പിന്നെയും മരങ്ങളും, അതിനാൽ നല്ല ഒരു കൂളിങ്ങും ലഭ്യമാകുന്ന ഒരു ഏരിയ. 24 മണിക്കൂറും നല്ല ഒരു കൂൾ ബ്രീസ് ലഭ്യമാകുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പണ്ട് കാർന്നവന്മാർ എല്ലാം പറയുന്നത് പോലെ വീട്ടിലേക്ക് കയറി വരൂ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങി വരൂ എന്നല്ലല്ലോ പറയുന്നത്. വാസ്തു കംപ്ലൈൻ്റായി നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഫുൾ ഫേർണിഷ്ഡ് സ്റ്റാറ്റസിലാണ് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിരിക്കുന്നത്. സിൻസ് ദ പ്രോപ്പർട്ടി ഓണേഴ്സ് ഹാവ് മൈഗ്രേറ്റഡ് ടു US. അപ്പോൾ പേയ്മെൻറ്റ് ഡോളേഴ്സിൽ ആണെങ്കിൽ അത്യുത്തമം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡ്രോയിങ് കം ഗസ്റ്റ് ലിവിങ് സ്പേസ് നമ്മൾക്ക് ലഭ്യമാകുന്നു. ഈ പ്രോപ്പർട്ടിയെ പറ്റി എടുത്തു പറയുവാനുള്ള ഒരേ ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ ടെറസിൽ എത്തുമ്പോൾ മനസ്സിലാകും. അല്ല എങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇറ്റ് ഗീവ്സ് ആൻ എക്സ്ട്രീംലി ലോങ് വ്യൂ. നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു വ്യൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും ഡ്യൂ ടു ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓർ എലിവേറ്റഡ് ലാൻഡ്. അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് അലോങ് വിത്ത് ഡൈനിങ് ചെയർസ് ആൻഡ് ടേബിൾസ് ആർ ഓൾസോ പ്രൊവൈഡഡ്. ഇനി സദ്യ ഏരിയയിലേക്ക് പ്രവേശിച്ചാൽ എന്ത് വേണേലും അത്യാവശ്യം നല്ല രീതിയിൽ സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റുന്ന മോഡുലർ കിച്ചൺ, അത്യാവശ്യം നല്ല സ്പേഷ്യസായി ഏകദേശം ഒരു 3 സൈഡും കവേർഡ് ആയിട്ടുള്ള ഒരു കിച്ചണും ആൻഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയും നമ്മൾക്ക് ലഭ്യമാകുന്നു. ഇനി ഭക്ഷണത്തിന് ശേഷം ഒന്ന് നല്ലപോലെ കിടന്നുറങ്ങാനായി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസിലും ഉള്ള ഒരു ബെഡ്റൂം നമ്മൾക്ക് ലഭ്യമാകുന്നു. ആൻഡ് യു ക്യാൻ സീ ഈവൻ ആഫ്റ്റർ പുട്ടിങ് എ കിങ് സൈസ് കോട്ട് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു ഈസ് അറ്റാച്ച്ഡ്. ഭക്ഷണത്തിന് ശേഷമുള്ള ഉറക്കം കഴിയുമ്പോൾ ആവശ്യം വരാം. അതിനാണ് കാരണവന്മാർ പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയും കണ്ടും കഴിക്കണം. ഇല്ല എങ്കിൽ സുരേഷ് ഗോപി കമ്മീഷണർ സിനിമയിൽ പറഞ്ഞതുപോലെയാകും. ഇനി മുകളിലത്തെ നിലയിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. വേറെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അത് ഒരു TV യൂണിറ്റായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ടു സേ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഫ്രം ഫസ്റ്റ് ഫ്ലോർ ടു ടോപ്പ് ഫ്ലോർ ഫുൾ ഗ്രില്ലുകൾ നൽകി ഗ്ലാസ് വിൻഡോസ് നൽകിയിരിക്കുന്നു. സോ ദാറ്റ് ആംപിൾ സൺലൈറ്റ് യു ആർ ഗെറ്റിംഗ് ഡയറക്റ്റ് ഓൺ ടു യുവർ ഹോം.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾക്ക് 2 അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ലഭ്യമാകുന്നത്. ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചാൽ നേരത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസിലാണ് ഈ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾക്ക് ലഭ്യമാകുന്നത്. എലോങ് വിത്ത് ACs, കബോർഡ്സ്, ഫുള്ളി ഓക്യുപ്പൈഡ്. നേരെ വന്ന് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഈസ് ഓൾസോ അറ്റാച്ച്ഡ്. ഇതിലും പുറമേയായി നമ്മൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഈ ബെഡ്റൂമിന് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെറസ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ വ്യൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് കയറും തോറും ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യൂ ലഭ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു ചുറ്റുപാട് മുഴുവൻ മരങ്ങളും ട്രീസും, വീണ്ടും മരങ്ങളും. ഏത് ചൂടിലും ഈ പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ് നിങ്ങൾക്ക് ലഭ്യമാകുക. ഇനി എഗെയിൻ ബാക്ക് ഇൻസൈഡ് അവർ സ്വീറ്റ് ഹോം. ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആൻഡ് ദാറ്റ് ടു ഈസ് വെരി സ്പേഷ്യസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസിലുള്ള ബെഡ്റൂംസ് ആണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ആൻഡ് ദാറ്റ് ടു അറ്റാച്ച്ഡ്. ഈ പ്രോപ്പർട്ടി വളരെ റെയർലി ആയിട്ട് മാത്രമേ യൂട്ടിലൈസ് ചെയ്തിരുന്നുള്ളൂ. സിൻസ് ദ ഓണേഴ്സ് വെയർ എബ്രോഡ് ആൻഡ് ദേ വെയർ NRIs. അപ്പോൾ കമ്മീഷണർ ഫിലിമിനെ പറ്റി ഇനിയും പറയണ്ടല്ലോ അല്ലേ? ആരോ പാടിയതുപോലെ താമസമിന്തേ വരുവാൻ. പക്ഷേ ഇനി മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഗ്ലാസ് വിൻഡോസ് എക്സ്റ്റെൻഡിങ് ടു ദ ടോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു സൺ സെറ്റ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ വ്യൂ ഈസ് എക്സലൻറ്റ് ടുവേർഡ്സ് ദ വാലി ബിനീത്ത്. ഇനി ഏറ്റവും മുകളിലത്തെ നിലയിലും നമ്മൾക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫേർണിഷ്ഡ് സ്റ്റാറ്റസിൽ ഒരു ബെഡ്റൂം ലഭ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു ഈസ് അറ്റാച്ച്ഡ്. ഇനിയാണ് മക്കളെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉള്ള വ്യൂ. ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു വ്യൂ ആണ്. ചുറ്റുപാടുള്ള എല്ലാ വാലിയിലേക്കുള്ള എല്ലാ ഒരു വ്യൂവും ആൻഡ് ദാറ്റ് ടു ഓൺ എ വെരി ലോങ് ഡിസ്റ്റൻസ് യു ക്യാൻ സീ. പിന്നെ നമ്മുടെ സൂര്യൻ ചേട്ടൻ വീണ്ടും പതുക്കെ അങ്ങ് ചുമന്ന് താഴ്ന്നു വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു ജസ്റ്റ് പുറത്തേക്കൊന്ന് നോക്കിയേ, മരങ്ങളും വീണ്ടും ട്രീസും വീണ്ടും മരങ്ങളും. പ്യോർലി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ആൻഡ് ദർ ഇസ് ഓൾവേസ് എ സ്പേസ് ഗിവൺ ഫോർ യുവർ വാഷിംഗ് മെഷീൻസ് ടു. ഇത് ഡ്രോണിലെടുത്തതല്ല കേട്ടോ, ഇത് ടോപ്പ് ഫ്ലോറിൽ നിങ്ങൾക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് കൊച്ചിൻ സിറ്റി നേരെ കണ്ണിൽ നിന്ന് വ്യൂ ചെയ്യുവാൻ സാധ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു ഗിവ്സ് യു ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ക്ലിയർ സൺസെറ്റ്. ഇനി ടു കൺക്ലൂഡ്, ദിസ് പ്രോപ്പർട്ടി ഈസ് നിയർ ടു 5.1 cents, 5.1 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ, നിയർ ടു 2800 സ്ക്വയർ ഫീറ്റ്, 2800 സ്ക്വയർ ഫീറ്റിൽ 4 BHK അറ്റാച്ച്ഡ് ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസിൽ. എന്താ ഒരു വ്യൂ അല്ലേ? സെറ്റ് 2 ഗ്ലാസ് കിട്ടുമോ? കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ കളക്ട്രേറ്റ് ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ഒരു 5 തൊട്ട് 10 മിനിറ്റ് ഡ്രൈവും കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന, ഒരു രീതിയിലും ട്രാഫിക് കൺജഷൻ ഇല്ലാത്ത ഏരിയ. നൈപുണ്യ സ്കൂൾ നിയർ ടു അറൗണ്ട് 5 to 6 minutes ഫ്രം ദിസ് ലൊക്കേഷൻ. കൊല്ലംകുടി മുകൾ മില്ലുംപടി റൂട്ടിൽ വാണാച്ചിറ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് അത്താണിയിൽ നിന്നും അതല്ല സീപോർട്ട് എയർപോർട്ട് ഭാരത് മാതാ കോളേജ് ജംഗ്ഷനിൽ നിന്നും, കങ്ങേരപ്പടി പൂക്കാട്ടുപടി റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ കാക്കനാട് പള്ളിക്കര റൂട്ടിൽ നവോദയ ജംഗ്ഷനിൽ നിന്നും നിങ്ങൾക്ക് വെറും ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് എത്തിപ്പെടുവാൻ പറ്റുന്ന ഏരിയ. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴ വന്നാൽ എണീറ്റ് ഓടണ്ടാത്ത ഏരിയ. ഏകദേശം 40 feet ഹൈറ്റിലാണ് കൊച്ചിൻ സിറ്റി ലെവലിൽ നിന്ന് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. For getting to know the asking price and all that, please do check the description. Do subscribe, like and share if you feel our channel is informative. നിങ്ങൾക്കും അതുപോലെ നല്ല പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്കുണ്ട് എങ്കിൽ ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയുമായി ബന്ധപ്പെടുക. We list your properties free of cost for you. Thank you and a great day.